ശുഭനായ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് അപ്പം ആദ്യമായിട്ട് തന്നെ അതൊന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു വിഷമമല്ല. ഞാൻ മിക്കവാറും മറന്നു പോകും കേട്ടോ. എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്ന് പറയാനായിട്ട് ഞാൻ മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ആദ്യം തന്നെ ഓർത്തതും കൊണ്ട് ഭയങ്കര ആവിയാകട്ടോ, ഭയങ്കര വെയിലാണ് ഇവിടെ. ഇനി മഴയ്ക്കാണോ എന്നറിയില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖ സൗന്ദര്യം കൂട്ടാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം. നമുക്ക് ഒരുപാട് വെള്ളം ഉള്ളിലേക്ക് കുടിക്കണം. അതെപ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന കാര്യമാണ്. ഞാൻ ഇന്നിവിടെ സത്യം പറഞ്ഞാൽ ഇന്നെൻ്റെ വീട് ഫുള്ള് ഞാൻ ക്ലീൻ ചെയ്ത് കേട്ടോ. അയ്യോ എൻ്റെ എന്നും നമ്മൾ ചെയ്താലും ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം ഇന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഉള്ള കാര്യം ചെറിയ വീടാണ് എങ്കിലും ചെറിയ വീടാണ് എനിക്കിഷ്ടം കേട്ടോ. ഞാൻ വീട് നമുക്ക് ആകുന്നതിന് മുന്നേ പറയുന്ന കാര്യം, എനിക്കൊരു കൊച്ചു വീട്. അപ്പം പാലുകാഴ്ച തന്നെ വന്ന പലരും പറഞ്ഞു ഇതെങ്ങനെ സാധിച്ചെടുത്ത് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ആഗ്രഹം അതായിരുന്നു കേട്ടോ. നമ്മൾ റെൻറ്റിന് താമസിച്ചപ്പോൾ കുറേ രണ്ട് നില വീടുകളിൽ തൂത്തും തുടച്ചും കണ്ടവരുടെ വീടെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ താമസിക്കുമ്പോൾ എൻ്റെ സ്വന്തം വീടായിട്ട് തന്നെ ഞാൻ കരുതിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മുറ്റത്തുള്ള പുല്ല് കാട്, നമ്മൾ ഈ പാർലറിലെ പണി എല്ലാം കഴിഞ്ഞ് വീടിനകം എന്തോ ഒരു പാടായിരുന്നു. അപ്പോൾ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവമേ 2 മുറി അടുക്കളയും എനിക്ക് സ്വന്തമായിട്ട് തരണേ. എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയുടെ കാര്യം അറിയാമല്ലോ, നമ്മൾ എന്തും നമുക്ക് പ്രാർത്ഥിച്ച് നേടാൻ പറ്റും കേട്ടോ. എൻ്റെ ഒരു ഇതുകൊണ്ട് ഞാൻ പറയുക കേട്ടോ, നമ്മുടെ ദൈവത്തിനെ വിളിയും കൂടെ നമുക്ക് എന്ത് കാര്യവും നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. 100% ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ എനിക്കുണ്ടല്ലോ ഇപ്പം ഈ ഫോണിലേക്ക് നോക്കുന്നതിൽ ഇവിടെ ഒരു മിറർ ഇരിപ്പുണ്ട്. ആ മിററിൽ നോക്കുമ്പോൾ എനിക്ക് നല്ല കളർ കേട്ടോ. എനിക്ക് ഈ കളറിൻ്റെ പകുതി കളറേ ഈ ഫോണിൽ എനിക്ക് വരുന്നുള്ളൂ. ഇനി എന്തെങ്കിലും ഇത് മാറിക്കിടക്കുന്നതാണോ ഒന്നും എനിക്കറിയില്ല കേട്ടോ. എനിക്ക് എന്തോ പോലെ ഇതിനകത്ത് നോക്കുമ്പോൾ ഒരു ഇരുളിമ എനിക്ക് ഫീൽ ചെയ്യുന്നു. പക്ഷേ നിങ്ങളത് മനസ്സിലാക്കിക്കോണം കേട്ടോ. എനിക്ക് നന്നായിട്ട് ഒരു ഇരുട്ട് പോലെ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് വേറൊരു സ്ഥലത്ത് പോയിരുന്നു. ഇങ്ങോട്ട് മാറിയിരുന്നപ്പോൾ ഫോണിൻ്റെ കുഴപ്പമൊന്നും അല്ല കേട്ടോ. ഞാൻ ഇരുന്ന സ്ഥലത്ത് എന്നും ഒരു ഇരുളിമ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അല്ലാതെ ഫോണിൻ്റെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എനിക്കിവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ക്യാമറ കൈ പിടിച്ചുകൊണ്ട് പറയാനായിട്ട് വലിയ പാടാണ്. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ വീണ്ടും ഇവിടെ വന്നിരുന്നു. ഭയങ്കര ചൂടാണ്. ഫാൻ ഇടാനായിട്ട് ഡിസ്റ്റർബൻസ് ആവുമല്ലോ എന്ന് കരുതി ഫാൻ ഇടാത്ത കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ നമുക്ക് ഈ പറയുന്ന പോലെ സന്തോഷം, സൗന്ദര്യം ഒക്കെ വരണമെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നാണ് നമ്മുടെ ലേഡീസിൻ്റെ സൗന്ദര്യം. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നുന്നത് കേട്ടോ. നമ്മൾ വീടും നമ്മുടെ വീടിനകവും ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമല്ലേ, ഒരു പോസിറ്റീവ് എനർജി അല്ലേ. സത്യം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. ഞാൻ വീടിനകമെല്ലാം തൂത്ത് തുടച്ച് ആദ്യമേ ഫുള്ള് ചുക്കിൽ തൂത്തു. അത് കഴിഞ്ഞ് സെക്കൻഡ് എല്ലാ സ്ഥലങ്ങളും ഒന്ന് അനക്കി വെച്ച്. കാരണം അലമാരയാണേലും നമ്മുടെ ഡ്രസ്സിങ് ടേബിളാണേലും കട്ടിലാണേലും അങ്ങനെയുള്ള എല്ലാ ഫർണിച്ചറുകളും നമ്മുടെ വീട്ടിൽ കിടക്കുന്ന സാധനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നീക്കി തൂത്ത് തുടച്ച് കട്ടിലിൻ്റെ അടിയിൽ ഒന്നും ഇടുന്നത് ഇപ്പോൾ എനിക്കിഷ്ടമില്ല കേട്ടോ. കട്ടിലിൻ്റെ അടി നമ്മളൊന്നും വെക്കരുത്. കട്ടിലിൻ്റെ അടിയിൽ നിന്ന് ഞാൻ എല്ലായിടത്തും മാറ്റി എല്ലാം വേണ്ടാത്തതെല്ലാം കുറേ കടലാസുകളും അങ്ങനെയൊക്കെ കുറേ കത്തിച്ചു. പിന്നെ നന്നായിട്ട് തുടച്ചു. നമ്മൾ ഈ തുടയ്ക്കുന്ന വെള്ളത്തിലെ ഒരു കുറച്ച് കല്ലുപ്പിട്ട് തുടയ്ക്കുന്ന ഒരു ഐശ്വര്യമാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഞാൻ തുടച്ചു. അത് കഴിഞ്ഞ് ഒരു കെട്ട് സാമ്പ്രാണി ഞാൻ കത്തിച്ചിട്ട് എല്ലാ റൂമിലും കൂടെ ഒക്കെ ഒന്ന് കൊണ്ട് നടന്ന് എനിക്കൊരു സൗന്ദര്യം, എൻ്റെ വീടിനെ സൗന്ദര്യമാക്കാനായിട്ട്. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ ഒരുപാട് ദൈവത്തിനെ വിളിച്ച് എനിക്ക് ദൈവം തന്നതാണ് എൻ്റെ കൊച്ചു വീട്. അപ്പോൾ എനിക്ക് സങ്കടമാണ് അത് വൃത്തികേടായിട്ട് കിടക്കുന്നത്. ഇപ്പം നമുക്ക് തന്നെ അറിയാം വീടിൻ്റെ ഒരു എന്താ പറയുന്നത്, നമ്മൾ ഇച്ചിരി വൃത്തികേടായിട്ട് കിടന്നിട്ട് നമ്മൾ വെളിയിലോട്ടൊന്ന് ഇറങ്ങിപ്പോയെന്ന് ഓർത്തോ. എനിക്ക് വെളിയിലൊക്കെ ഇപ്പോൾ മാളിലാണേ നിന്നാൽ പോലും എൻ്റെ വീടിനകം ഇങ്ങനെ വൃത്തികേടായിട്ടാണല്ലോ കിടക്കുന്നത്, വീടിനകം നല്ല വൃത്തിയായിട്ട് കിടക്കുന്നത്. പക്ഷേ എൻ്റെ മനസ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് ചില സമയങ്ങളിൽ ചെയ്യാൻ പറ്റത്തില്ല. മനസ്സുകൊണ്ട് നമ്മൾ ഓർക്കും എല്ലാവരും നല്ല ക്ലീൻ ആക്കിയിടണം, നല്ല വൃത്തിയാക്കിയിടണം മനസ്സുകൊണ്ട്. പക്ഷേ നമ്മുടെ ശരീരം തന്നെയല്ല, നമുക്ക് ഒരുപാട് വേറെ ജോലികളും ഉള്ള ടൈമുകളിൽ അങ്ങനെയാണ് ഞാൻ എൻ്റെ പാർലറിലെ ഫേഷ്യലുകാരെ ഒക്കെ
ഞാൻ ഒന്ന് നിർത്തിയത് കേട്ടോ. സത്യം ഞാൻ പറയുക, നമുക്ക് പെണ്ണുങ്ങൾക്ക് ഒരു പെണ്ണിനെ ശരിക്കും ഒരു പെണ്ണിന് മാത്രമേ അറിയത്തുള്ളൂ, ഒരാണിന് ഒരിക്കലും അറിയാൻ പറ്റത്തില്ല. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ഒരു പെണ്ണിന്, അതായത് ഇപ്പോൾ രാവിലെ ജോലിക്ക് ഇറങ്ങി പോകുന്ന ആണുങ്ങളാണെങ്കിൽ വന്നിട്ട് എന്നായിരുന്നു ഇവിടെ ജോലി, ഇവിടെ എന്നതാണ് നീ ചെയ്തത്, അത് അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് രണ്ടെണ്ണം അങ്ങോട്ട് വെച്ച് കൊടുക്കാനാണ് തോന്നുന്നത് അല്ലേ. നമുക്ക് എന്തെല്ലാം പണികളുണ്ട്, എന്തെല്ലാം പണി ഒരു വീട്ടിലുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കാണ് കുറച്ച് വൃത്തികേടായിട്ട് അലമ്പായിട്ട് നമ്മുടെ ടേബിളും നമ്മുടെ വീടിനകമെല്ലാം അലമ്പായിട്ടൊന്ന് കിടക്കുമ്പോഴത്തേനും നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് ഉള്ളിലൊരു ഭയങ്കര ഒരു വിമിഷ്ടമാണ്. നമുക്ക് നമ്മുടെ ശരീരവും നമ്മുടെ ടൈമും അതിനൊപ്പം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് ഞാൻ കുറേ ദിവസമായി ഉത്സവമൊക്കെ ആയിരുന്നു, അങ്ങനായിരുന്നു ഇങ്ങനായിരുന്നു, എല്ലാം കൊണ്ടും അലമ്പായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. കാര്യം കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിലും അത് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. അപ്പോൾ പെണ്ണുങ്ങളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് സത്യമായിട്ടും നമ്മുടെ വീടിനുള്ളിൽ വരെ ക്ലീനാക്കി വെക്കുന്നത് നമ്മുടെ പെണ്ണുങ്ങളുടെ ഒരു സൗന്ദര്യം വർദ്ധിക്കും കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നുന്നത് കേട്ടോ. കാരണം എപ്പോഴും മൂശേട്ടയായിട്ട് നമ്മുടെ വീടിനകവും ഇങ്ങനെ വല്ലാണ്ടൊരു മൂശട്ട പിടിച്ച് കിടക്കുമ്പോൾ എനിക്കങ്ങനെ ആകട്ടോ, എനിക്കങ്ങ് ദേഷ്യം വരും, എനിക്കങ്ങ് എന്തോ ഒരു ഇത് വരും എനിക്ക്. പക്ഷേ അതേസമയം എല്ലാം ക്ലീനാക്കി അങ്ങ് വെച്ചാൽ പിള്ളേർ കുഞ്ഞായിരുന്ന സമയത്ത് അതുങ്ങൾ കിടന്ന് അങ്ങനെ ഇങ്ങനെ ഓരോന്നെല്ലാം കാണിച്ച് അങ്ങനെ നമുക്ക് അങ്ങനെ എപ്പോഴും നല്ല നീറ്റായിട്ട് ഇടാൻ പറ്റത്തില്ല. ഇപ്പം പിള്ളേരൊക്കെ മുതിർന്നതിന് ശേഷം ഇപ്പം രണ്ട് പറഞ്ഞാണെങ്കിൽ അന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ലല്ലോ. ഇപ്പം രണ്ട് പറഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ചെയ്തിടുന്നവിടെ. പക്ഷേ ഇവിടെ തുണിയാണ് പ്രശ്നം. നമുക്ക് തുണി എത്ര നമുക്ക് അങ്ങോട്ട് എടുത്ത് മടക്കിയൊക്കെ അലമാരിക്കുള്ളിലും ഇനി ഒരു അലമാരിയും കൂടെ വാങ്ങിക്കണം കരുതി. കാരണം ഞാൻ ഇങ്ങനെ കൊട്ടയ്ക്കകത്താകട്ടോ വീട്ടിലിടുന്ന ഡ്രസ്സെല്ലാം ഇടുന്നത്. പക്ഷേ ആ കൊട്ട എപ്പോഴും ഇങ്ങനെ രാവിലത്തെ പോക്കുകാരത് വലിച്ച് ഇങ്ങനെ കുഴച്ചിടും. എന്നാൽ ഇപ്പം ഞാൻ അങ്ങോട്ടുണ്ടല്ലോ കൊട്ടയിലിരിക്കുന്ന ഡ്രസ്സുകൾ മടക്കി വയ്ക്കാറില്ല. കാരണം അത് ഒരിക്കലും ഇരിക്കത്തില്ല. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളല്ലേ. അങ്ങനെയൊക്കെ ഇപ്പോൾ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പെണ്ണുങ്ങളുടെ സൗന്ദര്യം പെണ്ണുങ്ങളുടെ മനസ്സാണ്. പെണ്ണുങ്ങളുടെ അവർ തന്നെ ആക്കിയെടുക്കുന്നതാണല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ ഇതിൻ്റെ ഇടയ്ക്കുണ്ടല്ലോ രാവിലെ ഞാൻ ഓയിൽ തേച്ചു. എൻ്റെ പിള്ളേരെയും, ഇന്ന് സൺഡേ അല്ലേ, എൻ്റെ പിള്ളേരെയും ഓയിൽ തേപ്പിച്ച് അതിൻ്റെ കൂടെ സൺഡേയിൽ എൻ്റെ മക്കൾക്കിട്ട് ഞാൻ കൊടുക്കുന്ന ഒരു പായ്ക്കുണ്ട് കേട്ടോ, ഓട്സ് പൊടിയും പാലും. ഒരാൾക്ക് ഓട്സ് പൊടിയും പാലും കൂടെ കൊടുത്ത്, ഒരാൾക്ക് ഓട്സ് പൊടിയും തൈരും കൂടെ. എനിക്കും തൈരാകട്ടോ, ഞാൻ തൈരിനകത്താണ് ഓട്സ് പൊടി അപ്ലൈ ചെയ്യുന്നത്. കണ്ടോ, മുഖത്ത് നല്ലൊരു മാറ്റമുണ്ട് കേട്ടോ. നിങ്ങളും സൺഡേ ആണെങ്കിലും ജോലിക്ക് പോകുന്ന അമ്മമാരും അനിയത്തിമാരും ചേച്ചിമാരും ഒക്കെ ആയിക്കോട്ടെ, നമ്മുടെ വീടും നമ്മൾ കിടക്കുന്ന റൂമും നമ്മുടെ കിച്ചണും നമ്മുടെ ബാത്റൂമും എല്ലാം ഞാൻ വൃത്തിയാക്കി കേട്ടോ. ഞാൻ രാവിലെ ശരിക്കും പറയണം 10 മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഇറങ്ങിയതാണ്. ഇപ്പം 2:30 മണിയായി. അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടില്ലല്ലോ എന്നോർത്തു. അപ്പോൾ ഞാൻ വീഡിയോയും കൂടെ അങ്ങ് ഇട്ടിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഓയിൽ തേക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓയിൽ തേച്ചിട്ട് ഒരു ദിവസം, ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഓട്സ് പൊടിയും തൈരും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിലൊന്ന് ഇട്ട് നോക്കിക്കേ. നമുക്ക് നല്ലൊരു ഗ്ലോ വരും കേട്ടോ. നമ്മൾ കുളിച്ചിട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം നമ്മുടെ ഫേസിൽ നമുക്ക് തന്നെ നമ്മൾ കണ്ണാടി നോക്കി അപ്പോൾ നമ്മളും നീറ്റായി, നമ്മുടെ വീട് നീറ്റായി. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? നല്ലൊരു ഹാപ്പിയാകും കേട്ടോ, നല്ലൊരു സന്തോഷമാകും. നമുക്ക് ഭക്ഷണമൊന്നും കഴിച്ചില്ലേലും നമുക്ക് നല്ല ഭയങ്കര ചൂട് കേട്ടോ, ഭയങ്കര ഒരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇപ്പോൾ എല്ലാവരും നല്ല നീറ്റൊക്കെ ആക്കി വീടിട്ടേക്കുമായിരിക്കും. ഇപ്പം ജോലിക്ക് പോകുന്ന ലേഡീസൊക്കെ ആണെങ്കിലും സെർവൻറ്റിനെയൊക്കെ വെച്ച് ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മുടെ വീടും പരിസരവും എല്ലാം നീറ്റാക്കി ഇടുമായിരിക്കും, എനിക്കറിയാം. എന്നാലും നമ്മുടെ ഇവിടെ ഈ ചെറിയ വീടാകുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്നറിയോ? പത്രം ഒരു പ്രശ്നമല്ലേ. പത്രം നമുക്ക് അതിനൊരു പ്രത്യേക സ്പേസ് വേണം. ഞാനിത് മേളിലോട്ടെന്ന് പറഞ്ഞ് ഞങ്ങളുടെ മേളിൽ ഇവിടെ പാർലർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ വിചാരിച്ചുകൊണ്ടിരിക്കുക
പിന്നെ കുറച്ച് തുണികളും ഒക്കെ ഇങ്ങോട്ട് കയറ്റി ഇവിടെ ഒരു ഇതിൻ്റെ അടിയിലോ വല്ലോ കയറ്റി ഒന്ന് വെച്ചാലോ, പക്ഷെ നടക്കത്തില്ല. കാരണം പിള്ളേർ രാവിലെ കുളിച്ചിട്ടൊക്കെ ആണെങ്കിലും ധൃതി വെച്ചെടുക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വരത്തില്ല. അപ്പോൾ അത് നടക്കുന്ന കാര്യമല്ല. പക്ഷെ പത്രം നമുക്ക് പറ്റാം. ആഴ്ചയിൽ ഒരു പ്രാവശ്യം പത്രം ഇങ്ങോട്ട് ഒന്ന് കയറ്റി വെച്ചാൽ കൊള്ളാവുന്നുണ്ട്. കാരണം ഇന്ന് വൃത്തിയാക്കിയ ടൈമിൽ പത്രമാണ് ഒരു പ്രധാന പ്രശ്നം. പത്രം വയ്ക്കാനായിട്ട് നമുക്കൊരു സ്പേസ് ഇല്ല. സിറ്റ് ഔട്ടിലാണെങ്കിലും നമ്മുടെ ഹീരായെ ഇപ്പം തുറന്നു വിട്ടേക്കുന്നത് കൊണ്ട് അവളവിടെ കയറി കിടക്കും. സിറ്റ് ഔട്ടിലും അങ്ങനെ വെക്കാൻ പറ്റത്തില്ല. പിന്നെ തന്നെയല്ല നനയും. ഇപ്പം മഴ സമയമൊക്കെ തുടങ്ങിയില്ല. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, നല്ല സൗന്ദര്യം വരുത്തുക മുഖത്ത്. സൗന്ദര്യം നമ്മൾ ഇടുന്ന പായ്ക്കും ഇടുന്ന ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്താലോ ഒന്നും ഉണ്ടാകുന്നതല്ല കേട്ടോ. കുറച്ചൊക്കെ ഇങ്ങനെയും കൂടെ എല്ലാം വേണം കേട്ടോ. എല്ലാം കൂടെ ഉണ്ടെങ്കിലേ ഉള്ളൂ നമ്മൾ ഹെൽത്തി ആയിട്ടും യങ് ആയിട്ടും മുഖ സൗന്ദര്യം കൂടിയും ഒക്കെ ഇരിക്കാൻ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്ന കാര്യമാണ്, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എണ്ണ തേച്ച് കുളി പ്രധാനമാണ്. എണ്ണ തേച്ച് നന്നായിട്ട് കുളിക്കണം. നമുക്ക് തന്നെ ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഒരു ഹെൽത്തിനും ഇപ്പം നടുവിന് വേദന, കൈക്ക് വേദന ഒക്കെ ഉള്ളവർ പിണ്ണതൈലം യൂസ് ചെയ്യാം. അല്ല ധാന്യോന്തരം, നടുവിനൊക്കെ വേദന ഉണ്ടെങ്കിൽ ധാന്യോന്തരം തൈലം യൂസ് ചെയ്യാം. ഒരു കുഴപ്പവുമില്ല. നല്ല ഇതായിട്ടിരിക്കണമെങ്കിൽ നമ്മുടെ ഓയിൽ കയ്യിലുള്ളവർക്കാണെങ്കിൽ നമ്മുടെ ഓയിൽ തേച്ചുള്ള കുളിക്ക് നമുക്ക് അത്രയൊന്നും എടുക്കാൻ പറ്റത്തില്ലല്ലേ. നമുക്ക് ഒരുപാട്, എന്നോട് കഴിഞ്ഞ ദിവസം ഞാൻ ഗ്ലാസ്സിനകത്ത് ഇങ്ങനെ ഓയിൽ ഒഴിച്ചിട്ട് നിങ്ങളുടെ അടുത്തൊക്കെ ഞാനിത് മുഖത്ത് തേച്ച് കയ്യിലൊക്കെ തേച്ച് കാണിക്കുന്ന കണ്ടപ്പോഴത്തേനും കുറേ വാട്സപ്പിൽ മെസ്സേജ് കൊണ്ട് ശുഭ ചേച്ചി എന്തോരം ഓയിലാണ് എടുക്കുന്നത്. ഞാനുണ്ടല്ലോ ലാസ്റ്റ് നമ്മുടെ ഉരുളി വരുന്ന മട്ടെന്ന് പറയാൻ പറ്റത്തില്ല, ലാസ്റ്റ് വരുന്ന ആ ഓയിൽ ഞാൻ ഗ്ലാസ്സിനകത്ത് മുഖത്തേക്കകത്തൊക്കെ എടുത്ത് വയ്ക്കും എനിക്ക് തയ്ക്കാനായിട്ട്. അങ്ങനെയാകട്ടോ ഞാൻ കാണിക്കുന്നത്. എല്ലാവരും കുറേശ്ശെ ആണെങ്കിലും നല്ലപോലെ മസാജ് ചെയ്ത് പിടിപ്പിച്ചാൽ മതി. അപ്പോൾ നല്ല ഒരു കളറും കൂടെ വരും ശരീരത്തിന്. ഉറപ്പുള്ള കാര്യം. നിങ്ങളൊരു 3 ഞായറാഴ്ച നിങ്ങൾ ചെയ്ത് നോക്കിക്കേ. കഴുത്തേലും നമ്മുടെ ദേഹത്തും ഈ ബായ്ക്കിൽ നമ്മൾ ബ്ലൗസ് ഇറക്കി വെട്ടിയേക്കുന്നവരുടെയൊക്കെ ആ ഒരു ഭാഗത്ത് നമ്മുടെ ഓയിലൊന്ന് തേച്ച് നോക്കിക്കേ, വ്യത്യാസം അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇങ്ങനെ പറഞ്ഞിരുന്ന ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം പ്രധാന കാര്യം ഓട്സ് തൈര് ഞാനും എൻ്റെ മക്കളും സൺഡേയിൽ എൻ്റെ മക്കൾക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഓയിലിട്ട് കൊടുക്കും ഫസ്റ്റ്. അത് പയറുപൊടി ഇട്ട് കഴുകിക്കളയാതെ ഓട്സും, അത് ഈ ഒരു ദിവസം കേട്ടോ പിള്ളേർക്ക് കേട്ടോ, ഓട്സും ഇച്ചിരി തൈരും കൂടി ഇട്ട് അതിൻ്റെ പുറമെ അങ്ങ് കഴുകി കൊടുത്തു. നല്ല ഗ്ലോ വരും. ഞാനും ഇന്ന് അങ്ങനെയാണ് ചെയ്തത്. പയറുപൊടിയും കടലമാവും ഞാൻ ഇന്ന് എടുത്തില്ല. പക്ഷേ നമ്മൾ പയറുപൊടിയും കടലമാവും, ഓയിലി സ്കിന്നുകാരാണെങ്കിൽ കടലമാവ് ഇട്ട് തന്നെ കഴുകിക്കളയണം. ട്രൈ ടു നോർമൽ സ്കിന്നുകാർ പയറുപൊടി ഇട്ടും കഴുകിക്കളയണം. ചില ദിവസങ്ങളിൽ നമുക്ക് ഓയിൽ തേച്ചിട്ട് ഓട്സും തൈരും കൂടിയിട്ട് ഞാനങ്ങ്, പക്ഷേ എൻ്റെ ഓയിൽ ഞാൻ 10 മണിയല്ല അതിന് മുന്നേ ഞാൻ ഓയിൽ തേച്ചതാണ്. അത് മുഖത്ത് തേച്ച് വെച്ചുകൊണ്ട് ഇന്ന് പണികളിൽ ഏർപ്പെട്ടു പോയി. ഒരുപാട് ജോലി ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ വീടിനകത്ത്. അപ്പം അതെല്ലാം കഴിയുമ്പോഴത്തേനും നമ്മുടെ സ്കിന്നിലെ ഓയിൽ നല്ലതായിട്ട് അബ്സോർബായി കാണും. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഓയിലിൻ്റെ ഒരു ഫീല് പോലും നമുക്കില്ല. അപ്പം ഞാൻ അതിൻ്റെ പുറമെ ഞാൻ മക്കൾക്ക് ഇട്ട് കൊടുത്തതിൻ്റെ കൂടെ ഞാനും ഓട്സ് പൊടിയും തൈര് ഇട്ടും മുഖത്തിന് നല്ലൊരു മാറ്റം. അതാണ് ഇപ്പം നിങ്ങളുടെ അടുത്ത് പറയാൻ ഞാൻ വന്നത്. അപ്പോൾ എല്ലാം കൊണ്ട് ഹാപ്പി ആയിരിക്കുക, സന്തോഷമായിരിക്കുക, രണ്ടും ഒന്ന് തന്നെയാണ്. എങ്കിലും നിർത്തട്ടെ. ബൈ.